റസാക്കെ ആരാ എന്തായിനു? റസാക്കെ എന്തല്ലാടാ, എനിക്കെന്നെ ഓർമ്മയില്ലേ? നമ്മൾ 1 മുതൽ 10 വരെ ഒരു ബെഞ്ചും കുത്തിന് പഠിച്ചോല്ലേ? ഞാൻ നമ്മൾ സ്കൂൾ ഗ്രൂപ്പിൽ ഉണ്ടടാ. ഞാൻ അന്ന് ഫോട്ടോ കണ്ടായിരുന്നു. എൻ്റെ പുരേ കൂടലും എല്ലാം ഞാൻ അറിയുന്നത്. വലിയ പുരയെല്ലാം എടുത്ത് നല്ല സെറ്റപ്പ് ആയിപ്പോയല്ലേ? ഇഞ്ഞേതാ എനിക്കിന്നെ തിരിഞ്ഞിക്കില്ലല്ലോ. എനിക്കെന്താ, ഞാൻ ഇപ്പം സ്കൂൾ ഗ്രൂപ്പ് ഞാൻ നോക്കല്ലേ, എനിക്ക് എന്നെ സമയം കിട്ടുന്നില്ല. എനിക്ക് ഇപ്പം തന്നെ കോഴിക്കോട് വേണ്ട ഒരു മീറ്റിംഗ് ഉണ്ടാവും ഉച്ചക്ക്. ഞാൻ ഇങ്ങ് പോവുക. നീ പിന്നിട്ടപ്പാ, എനിക്ക് നേരെ ഇല്ല. ഇഞ്ഞേതാ എനിക്കിന്നെ തിരിഞ്ഞിക്കില്ലല്ലോ. എന്തല്ല, നാളെ ബോംബെ ഇട്ട് കാണല്ലേ? നമുക്ക് ആടുന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ. ഹലോ ഹലോ ഷിബു. അല്ലടോ, എനിക്ക് എന്നെ മനസ്സിലാക്കില്ല. ആ, എനക്ക് ഓർമ്മ വന്ന് നമ്മള് നെല്ലിയാടി ചാപ്പന്ന് കൂടിയതില്ലേ? നമുക്ക് കൂടണ്ടേ? ഓ ആന്താ വരുന്നേ? എന്താ പരിപാടിന്റെ? ഞാൻ എൻ്റെ സുഹൃത്തിനെ കാണാൻ പോയതാണ്. ഇപ്പം മൊത്തത്തില് സാമ്പത്തികമായിട്ട് കുറെ ബുദ്ധിമുട്ടിലാണ്. അപ്പം 10 കൊല്ലം പഠിച്ചതാ അവൻ്റെ കൂടി. പക്ഷെ ഓന് നമ്മളൊന്നും ഇപ്പൊ ഓർമ്മയില്ല. നല്ല വലിയ നിലയിലായി. അതൊന്നും പേടിക്കണ്ടടോ, നമുക്ക് വണ്ടി നമ്മൾ പോവുക. ബാക്കിയുള്ള കീഴ് ഷാപ്പിൽ സംസാരിക്കാം. പ്രശ്നങ്ങളെല്ലാം നമുക്ക് തീർക്കാം. നമുക്ക് ഷാപ്പിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം. വണ്ടി കയറി. 3 hours later. എന്നാലോ റസാക്ക് എന്നോട് എന്താ എന്റെ പ്രശ്നം? ഇനി കൊറേ നേരം റസാഖിനെ പറ്റി ഇങ്ങനെ പറയുന്നേ. അറിയോ, 10 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഞാൻ കൊണ്ടുവന്ന ഭക്ഷണമാവും കഴിക്കല്, അല്ലാണ്ട് ഓ ഭക്ഷണം കൊണ്ടുവരത്തില്ല. അത്രയും സ്നേഹത്തോടെ. ഇപ്പൊ എനക്കൊരു ആവശ്യം വന്നേരം ഓ വലിയ ആള്, വലിയ വീട്, കാറ് എല്ലായി. ഏതാ റസാക്ക്? ഓന്റെ വീട് എവിടെയാ? ഓന്റെ വീട് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ കേറൂർ പോകുന്ന വഴിക്ക് ഒരു സൂപ്പർ മാർക്കറ്റില്ലേ, അതിന്റെ മുന്നിലുള്ള വലിയ 2 വീടില്ലേ, അതാ ഓന്റെ വീട്. എടോ, അത് നമ്മളെ കുബൈത്തിലെ താജുദ്ദീന്റെ വീടല്ലേ? ആടെ പണിക്കുന്ന റസാഖിനെ പറ്റി ഞാൻ പറയുന്നേ. ഓൻ ആടെ കൂലിക്ക് പണിയെടുക്കുന്നവനാടോ. എനിക്ക് മാടെ ആനോ കാണിച്ചിര വായി. പണിക്കാരനോ? ഓനോ? എന്നാ വണ്ടി അങ്ങോട്ട് വിട്. റസാഖേ, റസാഖേ, റസാഖ്, ഇങ്ങനെ നനച്ചു കഴിഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ട് വേണ്ടേ കാറ് കഴുകാന്? എനിക്ക് കോഴിക്കോടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നോക്ക്, എവനെല്ലാം പണക്കിപ്പിച്ച് എന്നെ വേണം പറയാൻ. പണിക്കാരനല്ല ഇവിടുത്തെ, എന്നിട്ടാ ഇത് അഹങ്കാരം. എന്തായാലും നന്നാക്കി.